ഒന്ന് പാടാൻ പോവുകയാണ്. അതിന്റെ ലാസ്റ്റ് ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ലാസ്റ്റ് ഭാഗം അയാൾ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയുന്നു. ആ വിഷയം ഇപ്പോൾ അവര് തമ്മിൽ തന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അത് ഞാൻ പറയും. എന്റെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ഈ സദസ്സ് പിരിയുമ്പോഴേക്ക് പ്രിയപ്പെട്ട മുജാഹിദുകളെ, നിങ്ങൾക്കും പറയാൻ കഴിയണം, ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല. ശിർക്കല്ലാത്ത ഒരു വസ്തുവിനെ ശിർക്കാക്കി ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുകയായിരുന്നു ഇക്കാലം അത്രയും ഇവിടെ നടന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശരി, ബാലുശ്ശേരി ഒന്ന് പറയട്ടെ. മങ്കൂസിലൂടെ ഇർതഖബത്തുലൂടെ ചെല്ലുന്നത് ഇതാണല്ലോ. ഇർതഖബത്തു അലൽ ഖത്താ ഗൈറ ഹസിരി വഹദത് ലകാഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോട് ന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഇതിൽ ഏത് ഖുർആനിക വചനാ തെളിവ്? അപ്പൊ പറയും വലു അന്നഹും. അങ്ങനെ ഒരു ആയത്ത് തന്നെ ഖുർആനിലില്ല. ഇല്ല. ഞെട്ടിയോ? വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല. ഇല്ല. വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല എന്നാണ് ഒരു സ്ഥലത്ത് സഖാഫി ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ആയത്തില്ല ഖുർആൻ. ഇത് ഇന്നലെ രണ്ടാളും ഒന്നായ കാലത്ത് നടത്തിയ പ്രസംഗം. ഹനീഫ് കായക്കൊടിക്കറിയാം, അനസ് മൗലവിക്കും അറിയാം, പാവപ്പെട്ട ഞാനും അതുപോലെ സഖാഫി ഉസ്താദ് ഞങ്ങളെല്ലാം ഇത് ക്ലിപ്പിട്ട് പ്രസംഗിച്ചപ്പോ നമ്മൾ ചോദിച്ചു, വലുവെന്ന അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിൽ ഉണ്ടോ ഇല്ലേ? 4 ആയത്തെങ്കിലും ഇല്ലേ ഖുർആനിൽ? ഞാനത് നമ്പർ സഹിതം പറഞ്ഞു. അന്ന് കായക്കൊടി ബാലുശ്ശേരിയെ ന്യായീകരിച്ച് പ്രസംഗിച്ചു. അനസ് മൗലവി സാധനം അന്ന് ന്യായീകരിച്ച് പ്രസംഗിച്ചു. ബാലുശ്ശേരി പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞു. ശരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ ഇയാൾ പറയുന്നത് കണ്ടോ നിങ്ങൾ? മുജാഹിദ് ബാലുശ്ശേരി ഖുർആനിലടക്കം കൃത്രിമം കടത്തിയ ആളാണ്. കാരണം വലു അന്നഹും എന്ന ആയത്ത് ഖുർആനില്ലാന്ന് അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ശരിയല്ല. കണ്ടോ, പണ്ട് ഞങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് അന്നതിനെ എറണാകുളത്ത് പല സ്ഥലങ്ങളിലും വന്ന് ന്യായീകരിച്ച അനസ് മൗലവി ഇപ്പോൾ പറയുന്നു. ചോദിക്കട്ടെ, ഒരു സംഘടനക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പക്ഷപാതിത്വത്തിന് വേണ്ടി ഒരു കാര്യം ന്യായീകരിച്ചാൽ മഹ്ശറ എന്ന ഒന്ന് വരാനില്ലേ? അതാണ് ഞങ്ങളുടെ ചോദ്യം. സാധുവായ ഞാൻ അവിടെ വരില്ലേ? ഈ പരിപാടിയുടെ സംഘാടകര് വരൂലേ? അനസ് മൗലവി വരില്ലേ? അവിടെ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ഇല്ലാത്ത ആരോപണം പറഞ്ഞപ്പോ ഞങ്ങൾ എന്നതിനെ ചോദ്യം ചെയ്തപ്പോ ഇപ്പോൾ ഗ്രൂപ്പ് മാറിയപ്പോ ഇയാള് തുറന്നു പറഞ്ഞില്ലേ, മുജാഹിദ് ബാലുശ്ശേരി ഖുർആനിൽ വരെ കൃത്രിമം നടത്തിയ ആളാണ്. കേട്ടോളൂ പുതിയ പ്രസംഗം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിശുദ്ധ ഖുർആനിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളത്. സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഈ വ്യക്തി തന്നെ പ്രസംഗിച്ച ഒരു പ്രസംഗം, ആ പ്രസംഗത്തിലെ ഒരു പരാമർശം. അപ്പൊ പറയും വലു അന്നഹും, അങ്ങനെ ഒരു ആയത്ത് തന്നെ ഖുർആനിലില്ല. ഞെട്ടിയോ? വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല. ഇല്ല. വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല എന്നാണ് ഒരു സ്ഥലത്ത് സഖാഫി ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ആയത്തില്ല ഖുർആൻ. സത്യ വലു അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്തില്ല. കണ്ടോ, 4 ആയത്തുണ്ട് ഖുർആനിൽ. ഒരായത്തല്ല, 4 ആയത്തുണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ. വലു അന്നഹും എന്ന് തുടങ്ങുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് പരസ്യമായി ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഇതൊരാൾ എടുത്ത് ക്ലിപ്പാക്കിയിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ട് പൊതുജനങ്ങളോട് പറയാ, അല്ല നമ്മുടെ ബാലുശ്ശേരിക്കാരൻ മൗലവി എന്ന് പറയുന്ന ആള് അള്ളാന്റെ പേരിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു. കാരണം വലു അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആനിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 103-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, വലു അന്നഹും ആമനൂ വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈറുൻ ലൗ കാനൂ യഅലമൂൻ. വിശുദ്ധ ഖുർആൻ ആയത്ത് തുടങ്ങിയത് വലു അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സൂറത്ത് മാഇദയിലെ 66-ാമത്തെ ആയത്തിൽ കാണാം, വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം.
തുടങ്ങിയത് വലൗ അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ മറിച്ചാൽ കാണാം, അതേ സൂറത്തു തൗബയിലെ 59-ാമത്തെ ആയത്ത്, വലൗ അന്നഹും റദൂ മാ ആതാഹുമുല്ലാഹു വറസൂലു. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം, സൂറത്തു ഹുജറാത്തിലെ 5-ാമത്തെ ആയത്ത്, വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. 4 ആയത്ത് ഖുർആനിലുണ്ട് വലൗ അന്നഹും എന്ന് തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാ എന്താ തോന്നുക, ഖുർആൻ ഒറ്റ ആയത്തില്ല എന്നാണ്. സംശയമുണ്ടോ? ഒറ്റ ആയത്തില്ല. കാര്യം മൂപ്പര് സോളിഡ് പ്രൂഫും സിമന്റ് പ്രൂഫൊക്കെയാണ്. അങ്ങനെയാണ്, വെറുതെ ഒന്നും പറയൂല. ഇത് അന്നേ പറഞ്ഞൂടായിരുന്നു. അന്നെന്തിനിത് മൂടി വെച്ചു? അന്ന് പാർട്ടിക്കാരനാണ്, ഇപ്പൊ പാർട്ടിന്റെ പുറത്താ. ദീനാണോ ലക്ഷ്യം? പരലോകമാണോ ലക്ഷ്യം? നിങ്ങൾ പറ സഹോദരങ്ങളെ. അപ്പൊ ഒരാള് ഗ്രൂപ്പ് മാറിയപ്പോ ഇത് ഖുർആനിൽ കൃത്രിമമായി. നേരത്തെ ഇയാൾ എന്നെ ന്യായീകരിച്ചു, ഈ അനസ് മൗലവി തന്നെ എന്നെ ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, യഥാ ചിന്തിക്കേണ്ടത്, ഈ കളിക്കുന്ന നേതാവിന്റെ പിന്നിലെ പോയാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു കാലത്തും അങ്ങനെ ധരിക്കേണ്ടതില്ല. സ്വർഗം കണി കാണാൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ,